ADGP MR അജിത് കുമാർ RSS നേതാവ് ദത്താത്രേയ ഹൊസബള്ളയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ ചൊല്ലി VD സതീശൻ PV അൻവർ വാക്പോര്. RSSുമായും ADGP MR അജിത് കുമാറുമായും അടുത്ത ബന്ധം പ്രതിപക്ഷ നേതാവ് VD സതീശനാണെന്ന് PV അൻവർ MLA ആരോപിച്ചു. പുനർജനി കേസ് അട്ടിമറിക്കാൻ VD സതീശന് വേണ്ടിയാണ് ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത്. പുനർജനി കേസിൽ ED അന്വേഷണം വേണമെന്ന് എഴുതി നൽകാൻ VD സതീശൻ തയ്യാറുണ്ടോ എന്നും PV അൻവർ വെല്ലുവിളിച്ചു. അടിയന്തരമായിട്ട് ഇങ്ങനെ സമ്മേളനം നടത്താൻ ഇവർ തമ്മിൽ കൂടിയാലോചന നടക്കുന്നത്. എന്താ കാരണം? പുനർജനി കേസിൽ ED അന്വേഷണം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ കേസിൽ കുരുങ്ങും എന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. അപ്പം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, പ്രതിപക്ഷ നേതാവിന് RSSുമായി ബന്ധമുണ്ട്, അജിത് കുമാറുമായി ബന്ധമുണ്ട്. PV അൻവറിന്റെ ആരോപണം മറുപടി അർഹിക്കുന്നതല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശദീകരിച്ചു. പുനർജനി കേസിൽ ED അന്വേഷണം നടക്കുന്നുണ്ട്. അൻവർ നിയമസഭയിൽ ഉന്നയിച്ച 150 കോടി രൂപയുടെ അഴിമതി ആരോപണം കൂടി അന്വേഷിക്കട്ടെ എന്നും VD സതീശൻ പറഞ്ഞു. പുനർജനി കേസിൽ ED അന്വേഷണം നടത്തുന്നുണ്ട്. ഇനി അൻവർ എനിക്കെതിരായിട്ട് അസംബ്ലിയിൽ ഒരു ഭയങ്കര ആരോപണം ഉന്നയിച്ചു. 150 കോടി രൂപ ഞാൻ മറ്റേ മീൻ വണ്ടിയിൽ കൊന്നു. അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൂടി ED അന്വേഷിച്ചോട്ടെ. അൻവർ ഒരു പരാതി EDക്ക് കൂടി കൊടുത്തു. സമീർ ബിൻ കരീമും നിതിൻ അംബുജനും വിവരങ്ങൾ നൽകും. സമീർ, എന്താണ് ഇപ്പോൾ PV അൻവർ ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്? ഈ ആരോപണങ്ങളുടെ പേരിൽ എന്താണ് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഏറ്റെടുത്ത് പ്രതിപക്ഷം തെരുവിൽ സമരം നടത്തുമ്പോൾ, സർക്കാരിൻ്റെ രാജി, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടൊക്കെ വലിയ പ്രക്ഷോഭം നടക്കുമ്പോഴാണ് അതിന് നേതൃത്വം നൽകുന്ന VD സതീശനെ കൂടി ആരോപണ കുരുക്കിലേക്ക് PV അൻവർ ഇന്ന് കൊണ്ടുവന്നത്. അപ്പോൾ എന്തായിരുന്നു ഇന്ന് വിശദീകരിച്ചത്? പുനർജനി വിഷയത്തിലെ ആരോപണം ഒരു ഇടവേളയ്ക്ക് ശേഷം അൻവർ കുറെ കൂടി ശക്തമായി ഉന്നയിക്കുന്നതാണ് നമ്മളിത് കണ്ടതല്ലേ? വിജയകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ MR അജിത് കുമാർ RSS ചർച്ച നടന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടിയല്ല, മറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചർച്ച നടന്നത് എന്നുള്ളതാണ് PV അൻവർ വ്യക്തമാക്കിയത്. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ പുനർജനി കേസുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര ഏജൻസികൾ അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ട് അത് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് MR അജിത് കുമാർ മുഖേന RSSുമായി ചർച്ച നടത്തിയത് എന്നാണ് PV അൻവർ MLA ആരോപിക്കുന്നത്. ഇത് ഇക്കാര്യം താൻ അറിഞ്ഞു എന്ന്, അതായത് ഈ പ്രതിപക്ഷ നേതാവിന് വേണ്ടി MR അജിത് കുമാർ RSSുമായി ചർച്ച നടത്തിയെന്ന് PV അൻവർ അറിഞ്ഞു എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കി. അപ്പോഴാണ് അടിയന്തരമായി വാർത്താ സമ്മേളനം വിളിച്ച് ഇത്തരമൊരു ചർച്ച നടന്നെന്നും അത് സംസ്ഥാന സർക്കാരിന് വേണ്ടിയാണ് ഇത്തരമൊരു ചർച്ച നടത്തിയത് എന്ന് പ്രതിപക്ഷ നേതാവ് ഈ ചർച്ചയെ വഴിതിരിച്ചു വിട്ടത് എന്നാണ് PV അൻവർ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പുനർജനി കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ED അന്വേഷണം നടത്തട്ടെ എന്ന് പ്രഖ്യാപിക്കട്ടെ എന്ന് PV അൻവർ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ളൊരു കാര്യം. 22-ാം തീയതി ഇക്കാര്യം PV അൻവർ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയധികം ദിവസം ഇത് പ്രഖ്യാപിക്കാതെ നിന്നു, അല്ലെങ്കിൽ ഇത്തരമൊരു കാര്യം അൻവർ പുറത്തു പറയാതെ നിന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ PV അൻവർ MLA വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അപ്പോഴും തന്നെ ഇത്തരം ഒരു ആരോപണം PV അൻവർ പ്രതിപക്ഷ നേതാവിന് നേരെ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അൻവറിന്റെ ആരോപണം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷം ശക്തമായ സമരപരിപാടികളും എല്ലാമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ കൂടി ഈ ഒരു ആരോപണത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നത് PV അൻവർ. യെസ്, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. നിതിൻ അംബുജൻ കൂടി ചേരുന്നു. നിതിൻ, VD സതീശൻ ഇത് മറുപടി അർഹിക്കാത്ത ആരോപണം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ പുനർജനിയിൽ ഒരു ED അന്വേഷണം നടക്കുന്നുണ്ട്. നിയമസഭയിൽ അൻവർ ഉന്നയിച്ച 150 കോടി രൂപയുടെ അഴിമതിയും കൂടി ചേർത്ത് ഒന്നിച്ച് അന്വേഷിച്ചോട്ടെ എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് ഈ തൃശ്ശൂരിലെ കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ PV അൻവർ ഇന്ന് അതിൻ്റെ ആരോപണത്തിൻ്റെ മുന അത് നീങ്ങുന്നത് പ്രതിപക്ഷ നേതാവിലേക്കാണെന്ന് പറഞ്ഞല്ലോ. ഒരു രാഷ്ട്രീയ വിമർശനമാണല്ലോ, ഒരു രാഷ്ട്രീയ ആരോപണമാണല്ലോ. അതിനെങ്ങനെയാണ് VD സതീശൻ വിശദീകരണം നൽകിയത്? വിജയകുമാർ, ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്ന ആരോപണം ഏറ്റവും ആദ്യം ഉന്നയിച്ചത് അത് VD സതീശനാണ്. അതിനുശേഷമാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാവുകയും പിന്നീട് ഒരു ഘട്ടത്തിൽ പോലും CPM അതിനെ തള്ളിപ്പറയാതെ ആ ഒരു പ്രതികരണം നടത്തുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളടക്കം VD സതീശനോട് തെളിവുകൾ ചോദിക്കുമ്പോൾ അത് വൈകാതെ പുറത്തുവരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് താൻ ഇത് നേരത്തെ ഉന്നയിച്ച ആരോപണമാണ്. സ്വാഭാവികമായിട്ടും അതിൽ തീയതി സഹിതം താൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും CPMO അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അത് നിഷേധിക്കാതെ പുറത്തു
നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ല. ഇപ്പോൾ അത് തെളിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും പൂരം കലക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അങ്ങനെ കേന്ദ്ര കേസുകളെല്ലാം തന്നെ ഒരു ഒത്തുതീർപ്പിലേക്ക് പോവുകയും പിന്നീട് തൃശൂരിൽ ഒരു സീറ്റ്, ഇത് തന്നെയാണ് BJP CPM ബാന്ധവത്തിന്റെ ലക്ഷ്യം. അതിന്റെ ഒരു അതിനുവേണ്ടി തന്നെയാണ് MR അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ഒരു ആരോപണം തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിലിപ്പോൾ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇന്നിപ്പോൾ VD സതീശൻ വ്യക്തമാക്കിയത് പിണറായിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിൽ മന്ത്രിസഭയിലെ ഒരു ഉന്നതനും കൂടി ഉണ്ടെന്നാണ്. പക്ഷേ അത് മന്ത്രിയുടെ പേര് അദ്ദേഹം എന്തായാലും വ്യക്തമാക്കിയിട്ടില്ല. ശശിയോ അതല്ലെങ്കിൽ MR അജിത് കുമാറോ കൂടാതെ ഒരു മന്ത്രി കൂടി ഈ ഒരു സംഘത്തിലുണ്ട്. വൈകാതെ ഈ ഒരു പേര് പുറത്തുവരും. CPIയിലെ കൊട്ടാര വിപ്ലവത്തിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിമർശനമെല്ലാം തന്നെ CPIയിൽ നിന്ന് ഉയർന്നുകൊണ്ട് ആ പേരുകൾ വൈകാതെ പുറത്തുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്ന് PV അൻവർ VD സതീശനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. അത് പൂർണ്ണമായും അദ്ദേഹം നിഷേധിക്കുകയാണ്. അത്തരം ഒരു അന്വേഷണം നടക്കണമെങ്കിൽ നടക്കട്ടെ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തനിക്ക് MR അജിത് കുമാറുമായി തനിക്ക് വേണ്ടി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് എന്ത് കാര്യമെന്നാണ് ഇന്നിപ്പോൾ VD സതീശൻ ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം PV അൻവർ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ VD സതീശന്റെ 150 കോടിയുടെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം അന്വേഷിക്കട്ടെ എന്ന ഒരു നിലപാടിനാണ് ഇപ്പോൾ VD സതീശൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വിജുകുമാർ. യെസ്, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്.